ഹായ് ഗൈസ്, ഇപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്കൂൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനാണ് ഈ പോകുന്നത്. എന്താണാവോ ഈ തുറച്ച് നോക്കണത്. അങ്ങനത്തെ നമ്മൾ ബസ്സിലൊക്കെ കയറി തലശ്ശേരി ആട്ടോ ഒക്കെ കിട്ടിയ. അപ്പോൾ അതെ ബസ്സിൽ പോയി നമ്മൾ നേരെ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് കേട്ടോ നടക്കുന്നത്. അങ്ങനത്തെ നമ്മൾ പോയി സ്കൂളിലേക്ക് പോയി ബുക്കും യൂണിഫോമിൻ്റെ തുണിയൊക്കെ വാങ്ങി, യൂണിഫോമിൻ്റെ തുണിയും ബുക്കെല്ലാം വാങ്ങി പുറത്തുനിന്നാണ് ഗൈസ് നമുക്ക് ആ ഒരു ചതി മനസ്സിലായത്. കാരണം ആ സഞ്ചിക്ക് നല്ല വെയിറ്റ് പൊന്തൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. പിന്നെ കുറച്ച് സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഈ സാധനം നമ്മൾ കുറച്ച് സമയം അതൊക്കെ വെച്ച് പിന്നെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, ഇനിയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. കാരണം നോട്ട്ബുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ ആ സഞ്ചിക്ക് നല്ല വെയിറ്റാണ്. ഞാൻ ഉമ്മക്കാ പഠിക്കാൻ കൊടുത്തു. ഞാൻ ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുത്ത് നടന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ ഒരു പേര് ചെറിയ പൈസക്ക് ടോയ്സൊക്കെ. പിന്നെ പുറത്ത് നല്ല വെയിലായതുകൊണ്ട് ഞാനമ്മയും ഒരു ലൈമും ഇവർക്ക് ഒരു കായ്പോളയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്കൂളിനുള്ളിൽ അഡ്മിഷൻ എടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്ത ഇവിടെ അവിടെ പോയിട്ട് ഒരേ കളിയായിട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സമയം ഫോൺ പിടിച്ച് ആടി ഇരുത്തിയോണ്ടാണ് അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ചെരുപ്പ് ഇടയിൽ പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഒക്കെ ഒരു ചെരുപ്പ് വാങ്ങണം. അങ്ങനെ ചെരുപ്പ് വേണ്ടിയിട്ട് കയറിയപ്പോൾ അവിടെ നിന്ന് നല്ല കളി തന്നെ കേട്ടോ. ഒക്കെ ചെരുപ്പ് എന്ന് വെച്ചാൽ ജീവനാണ് ഗൈസ്. അത്രയ്ക്ക് ഇഷ്ടം ചെരുപ്പ് എന്ന് വെച്ചാൽ. ആരെങ്കിലും ഒന്ന് പുറത്ത് പോകുന്ന കണ്ടാലോ അല്ലെങ്കിൽ വേറെ എവിടെ പോകാന്ന് പറഞ്ഞാലോ ഒക്കെ കുപ്പായത്തിനെയും കാട്ടി ആദ്യമായിട്ട് വേണ്ടത് ചെരുപ്പാണ് ഗൈസ്. ആണ് അവളെ കാലിൽ കിടക്കുന്ന ആ ചെരുപ്പ് ഇട്ടെടുത്തു കൈസ്. അത് കുറച്ച് വലുതായിട്ട് കഴിച്ചതിൻ്റെ മുഖപ്പാവാണ് കൈസ് ഇപ്പോൾ മുഖത്ത് നിങ്ങളെ കാണുന്നത്. അങ്ങനെത് അതിൻ്റെ ഒരു കുറച്ച് ചെറിയ സൈസ് എടുത്ത് അവളെ കാലിലേക്ക് ഇട്ടെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ പിടിയന്നേരം തന്നെ ഇട്ടെടുത്തു. അങ്ങനെത് ആദ്യം ആ ചെരുപ്പ് കഴിച്ചതിൻ്റെ എക്സ്പ്രഷനൊക്കെ മാറിയതേ. പിന്നെ കുഴപ്പമില്ലാണ്ട് ചെറിയ സന്തോഷമൊക്കെ കുട്ടീൻ്റെ മുഖത്ത് വരാൻ തുടങ്ങി ഗൈസ്. അങ്ങനെതാ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടു. പിന്നെ ചെരുപ്പിട്ട് നടന്നാൽ കളിക്കുന്നത് താക്കിന്. അങ്ങനെ ചെരുപ്പിട്ട് താക്കിന് ഉടനെ തന്നെ അതുപോലെ തന്നെ കസേരൻ്റെ മുകളിലും കയറിയിട്ടുണ്ട്. കാരണം കുട്ടിക്ക് കസേര അങ്ങനെ അങ്ങ് ബോധിച്ചിരിക്കണു. അങ്ങനെ അവിടുന്ന് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 നടത്തൊക്കെ കഴിഞ്ഞു. പിന്നെ കാലിലുള്ള ചെരുപ്പ് കിടക്കുന്ന പോലെ പെട്ടിയിലൊന്ന് 2-3 ചെരുപ്പ് എടുക്കണ്ടിട്ടാണ് അടുത്ത് പറയുന്നത്. അങ്ങനെ ആ ചെരുപ്പ് നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനത്തെ സംഭവം അവിടെ നോക്കി വെച്ച് നമ്മൾ ഇൻഷാല്ലാ ഒരു ദിവസം പറ്റി വാങ്ങും. പിന്നെ അവിടെ നമ്മൾ സമയം കുറേ ആയിട്ടോ. എത്ര പെട്ടെന്ന് സമയം പോയെന്നറിയോ. അങ്ങനെ കയ്യിൽ ഇന്നുള്ളതുകൊണ്ട് തന്നെ ആൾക്ക് വിശക്കുന്നുണ്ട്. നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി 2 ചോറ് വാങ്ങി ഗൈസ്. അതിൽ ഉമ്മാൻ്റെ ചോറാട്ടോ ഒക്കെ കൊണ്ടുകൊണ്ടുണ്ടായ. അങ്ങനെ ടേബിളിൽ ആ ബുക്കിൻ്റെ സഞ്ചി അവിടെ വെച്ചതിന് ശേഷം നേരെ നമ്മൾ കൈയാകാൻ പോയി ടേബിളിൽ വന്നിരുന്നു കേട്ടോ. നമ്മൾ ഇന്ന് ടേബിളിൻ്റെ മുകളിൽ ഉപ്പിൻ്റെയും കുരുമുളകിൻ്റെ പൊടിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് അടുത്തത് ഓൾക്ക് ഭയങ്കര വാശിയാട്ടോ. ആണ് അത് നീക്കി വെച്ചാൽ കള്ളക്കരച്ചിലാണ് കഴിച്ചത്. കള്ളക്കരച്ചൽ. അങ്ങനെ കറണ്ടൊന്നും കാര്യമില്ലാറുണ്ടായിരുന്നു. പിന്നെ ആ സ്റ്റൂളിൻ്റെ മണ്ടയിൽ കയറി നിന്നതിന് ശേഷം ബാഗോട്ട് തിന്നിട്ട് അവിടുത്തെ ഏതെല്ലോ ചേട്ടന്മാരെ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് എന്തൊക്കെയോ അവൾ ഉദ്ദേശിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവളെ കെട്ട് കയ്യിൽ പോയി ശേഷം നാണക്കേട്. ആ കെട്ടുന്നിടയിൽ ഉപ്പ് നൈസായിട്ടെടുത്ത് കൊണ്ടുവന്നാണ് കഴിച്ചിട്ട് ഞങ്ങൾ കണ്ടത്. ഉപ്പിട്ട് കുടിക്കത് കുറച്ച് ഉപ്പ് മറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ കയ്യിലേക്ക് പിടിച്ച് എവിടെ നിന്നാ മറിഞ്ഞെന്ന് നോക്കുമ്പോഴത്തേക്കും കയ്യിൽ ലേശമായി. അതെടുത്തത് നേരെ വായിലേക്ക്. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. ആണിത് അത് തിന്നതിൻ്റെ റിയാക്ഷൻ ആട്ടോ നിങ്ങൾ കണ്ടത്. പിന്നെ ഇത് നമ്മൾ നേരെ ചോറ് കഴിക്കാൻ നിൽക്കും ഗൈസ്. പിന്നെ ഓക്കെ വെച്ചാൽ പപ്പടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. തന്നെ ചോറ് അധികം തിന്നിക്കില്ല. പപ്പടത്തെ ഇരുന്ന് തിന്നാൻ തുടങ്ങി ഗൈസ്. കൊണ്ടുവരാന്നല്ലാണ്ട് പപ്പടത്തിലാണ് കേട്ടോ അവിടെ കണ്ടുണ്ടായ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം അതിൽ ഒരു പൈനാപ്പിൾ കിച്ചിട്ടാണ് ഗൈസ് ഓളമാക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ച് നേരെ പുറത്തേക്ക് ഇനി നേരെ പോകുന്നത് ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ചും കൂടി സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ ഇത് അവിടെ ഒരു ഓഫറുള്ളൊരു പേരുണ്ട്. 30 രൂപേൻ്റെ ബാക്കി നമുക്ക് കുറച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ 30 രൂപ. ഈ സാധനമൊക്കെ വെറും 30 രൂപ ആയിട്ടുള്ളൂ. ആണിത് ഇവിടെ നിന്ന് വാങ്ങാൻ വിചാരിച്ചു. പുറത്തുനിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതിനൊക്കെ കൂടി നല്ല പൈസ കേട്ടോ. ഇതാണ് പിന്നെ 30 രൂപേൻ്റെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. എല്ലാ സാധനവും നല്ല കുറച്ച് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇത് സ്കൂൾ പിള്ളേർക്കുള്ള സാധനമാണ് കൂടുതലായിട്ടുള്ളത്. പെൻസില്, പെന്ന്, ബുക്ക് അങ്ങനെ തുടങ്ങി. അതും കൂടെ ഫാൻസി ആയിട്ടൊക്കെ ഇനിയും ഉണ്ട്. കമ്മൽ, മാല, ലിപ്സ്റ്റിക്ക്, ഐലൈനർ തുടങ്ങിയ എല്ലാ സാധനമാണ് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് പോയ ഉമ്മയും ഉപ്പയും എൻ്റെ അനിയന്മാരൊക്കെ ഇതിനെക്കാട്ടും മുന്നേ 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നേ. ഇവിടെ വന്നതിന് ശേഷം സത്യം പറയില്ല എന്താ എടുക്കണ്ടേ എവിടെ നിന്ന് എടുക്കണ്ടേ ഒന്നും തിരിയില്ലാക്കില്ല. കാരണം അത്രയ്ക്ക് സാധനം ഉണ്ട് കേട്ടോ. അത് ഈ 30 രൂപയ്ക്ക് ഇതൊക്കെ കിട്ടുക വെച്ചാൽ ഭയങ്കര റെയറാണ് കേട്ടോ. പിന്നെ അവിടുന്ന് കളിക്കുന്ന സാധനങ്ങളായാലും 30 രൂപയ്ക്ക് തന്നെ കേട്ടോ ഉള്ളത്. പിന്നെ അവിടുത്തെ ചേച്ചിക്കാണെങ്കിൽ ഇവിടെ കളി കാണിച്ചെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. ആദ്യം ചേച്ചി വിളിച്ചിട്ട് അവൾ പോയിട്ടില്ല കേട്ടോ. പിന്നെ അവിടുത്തെ ടോയ്സ് സാധനങ്ങളൊക്കെ കാണിച്ചിട്ടോ
നേരെ ഏച്ചിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ ഇതേ അവർ രണ്ടാളും കുറച്ച് സംസാരിച്ചും കളിക്കുകയൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചാൽ ഇന്ന ദിവസം മാത്രമേ കാണുള്ളൂ, പിറ്റേ ദിവസം കാണില്ല. അതുകൊണ്ട് ഒക്കൊന്നും വാങ്ങിച്ചെടുത്തിട്ടില്ല. പിന്നെ ഇതേ ഇങ്ങനത്തെ കുറേ മിനി ബുക്ക് ഉണ്ടായി കേട്ടോ. ഞാൻ അതിന് 2-3 മിനി ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ക്ലിപ്പ് ഉണ്ടായി, അതിനൊരു ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ. താഴെയൊക്കെ 30 രൂപയുടെ സാധനങ്ങളുണ്ടായി കേട്ടോ എൻ്റെ. പിന്നെ ഇതൊക്കെ കുറച്ച് സമയം നോക്കിയതിന് ശേഷം മുകളിലേക്ക് പോകാണ്ടിട്ട് നോക്കി കേട്ടോ. കാരണം മുകളിൽ 5 മുതൽ സ്റ്റാർട്ടിങ് ആണ്. പിന്നെ പോകാൻ പറ്റിയിട്ടുണ്ടാക്കില്ല കേട്ടോ. ഇവിടെ കുറേ കിച്ചണിൻ്റെ സാധനങ്ങളുണ്ട് കേട്ടോ. പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂൺ പോലത്തെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടാതെ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഇത് ഇനി അവിടെ നിന്ന് ഓടിക്കളിയാണ് കേട്ടോ. അവിടെ നിന്ന് 2-3 സാധനങ്ങളൊക്കെ എടുക്കുക, ഓടുക, അങ്ങനത്തെ ഓരോ കളിയാണ് കേട്ടോ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായേ. ഉമ്മ ഇപ്പോൾ ആദ്യമൊക്കെ ഇവിടെ പോയാലോ കുറച്ച് പാത്രങ്ങളൊക്കെ ഇരുന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല പാത്രങ്ങളാണ് കേട്ടോ അതൊക്കെ. സ്പൂണാണെങ്കിൽ ഇത് സ്റ്റീലിൻ്റെയും ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ പോയത് എനിക്ക് നേരെ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കുഞ്ഞു മിനി ബുക്ക് കേട്ടോ. കാരണം നല്ല രസമാണ് കേട്ടോ എനിക്ക് കാണാൻ. ഉമ്മക്കാണെങ്കിൽ ഇതുപോലത്തെ കിച്ചണിലേക്കുള്ള ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായേ. പിന്നെ സമയം 4 മണിയാവാനായതുകൊണ്ട് തന്നെ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് നിറയെ സ്കൂൾ ടൈമുമ്പോൾ വീട്ടിലൊറ്റക്കാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിത് അവിടെ നിന്ന് അധികം സാധനം നിർത്തിക്കില്ല. പിന്നെ അവിടെ നിന്ന് നമ്മളെടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ബില്ലടിക്കാൻ പോകാൻ ഉദ്ദേശിച്ചോ. അങ്ങനെ അവിടെ നിന്ന് ബില്ലടിക്കാൻ പോരുതേ എൻ്റെ കാണാൻ നേരെ ഇപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു ഗ്ലാസ് കേട്ടോ. അത് നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ നമ്മൾ പരിക്കേക്ക് പോകാനുള്ള പരിപാടി തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ നടന്ന് ബസ് സ്റ്റോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി അവിടെ നിന്ന് റോഡ് അവിടെ നിന്ന് നേരെ ബസ് കയറിയിട്ട് നേരെ വീട്ടിലേക്ക് എത്തണം കേട്ടോ. കാരണം ഇപ്പം തന്നെ സമയം 3:2 സ്കൂളുണ്ട്, സമയം കഴിഞ്ഞ്. പിന്നെ ഉപ്പ അവിടെ എത്തിനോ ഇല്ലെന്ന് വിളിച്ചിട്ട് ഉപ്പാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ടാക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.